യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തോളമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പരാതി. പലതവണ ഇക്കാര്യം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് ആക്ഷേപം. പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 456/2022 പ്രകാരം 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ വർഷം ഒരു അസിസ്റ്റന്റ് തസ്തിക പോലും PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ആക്ഷേപം. ഇതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ ഈ 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്കൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നിട്ടും എത്രയോ പ്രാവശ്യം ഇവരെ കണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ആവശ്യം അറിയിച്ചിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇന്ന് സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ പലതവണ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. 30ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. 2024 ഡിസംബറിൽ തൊട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2025 വരുന്ന വേക്കൻസീസ് AV ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിനെ സമീപിക്കുന്നതാണ്. ഇവിടെ ഒരു ബൈ ട്രാൻസ്ഫറിന്റെ വിഷയം എടുക്കുന്നതുകൊണ്ട് ആ വേക്കൻസീസ് ഒന്നും നമുക്ക് ഇതുവരെ ആയിട്ടും റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. ആ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് കിട്ടിക്കാനാണ് ഇന്ന് നമ്മളിവിടെ വന്നത്. അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. അവിടെ VCIയിൽ രജിസ്ട്രാർ ആയാലും ഇത് അടുത്ത് തന്നെ തീരുമാനമാക്കി തരുന്നു പറയുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 2 സിൻഡിക്കേറ്റിൽ ഈ വിഷയം വെച്ചിട്ട് തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് സിൻഡിക്കേറ്റിൽ തന്നെ ഞങ്ങൾക്ക് 3-2 വേക്കൻസീസ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. അത് 2ാമത്തെ സിൻഡിക്കേറ്റിൽ വെച്ചു. ഇപ്പോഴും ഞങ്ങൾക്ക് തീരുമാനമായിട്ടില്ല. അതേസമയം ഉദ്യോഗാർത്ഥികളുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നടത്തിയ ചർച്ചയിൽ 10 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചതായി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.